ഒന്നാമത്തെ ആയത്തിൽ തെളിവില്ല. ശരി, രണ്ടാമത്തെ ആയത്ത് വരട്ടെ, കേട്ടോളി. മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ അവർ നിർത്തിയാണല്ലോ ഖുർആനിൽ ശിർക്ക് എന്താണ് തൗഹീദ് എന്താണെന്ന് പഠിപ്പിച്ചത്. ആ മക്കയിലെ മുശ്രിക്കുകളുടെ നിലപാട് ഖുർആൻ പറഞ്ഞത് വഅന്നഹു കാന റിജാലും മിനൽ ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി ഫസഅദൂഹും റഹഖാ. മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ വിജന പ്രദേശത്തെത്തിയാൽ, മരുഭൂമിയിലെത്തിയാൽ, അവരുടെ കാറ് പഞ്ചറായാൽ അല്ലെങ്കിൽ മറ്റവസ്ഥകളിലായാൽ, അവർക്ക് അവിടെ രാത്രി താമസിക്കേണ്ടി വന്നാൽ, ഇങ്ങനെ എന്തും പറയാം, അവരുടെ ആവശ്യങ്ങൾ എന്തും പറയാം. ആ വിജനപ്രദേശത്ത് അവരെത്തിയാൽ അവിടെയുള്ള ഹാദിറായ ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള ആ നാട്ടിലെ ജിന്നുകളുടെ നേതാവ് അവരെ വിളിച്ചുകൊണ്ട് തന്നെ, ഈ പ്രദേശത്തുള്ള ജിന്നുകളുടെ നേതാവെ മറ്റു ജിന്നുകൾ ഉപദ്രവിക്കാതെ നോക്കിക്കൊള്ളണേ എന്ന് അവർ പറയുമായി ഇതിനെതിരായി. കേട്ടില്ലേ? യഊദൂന ബിരിജാല്, അതാണ് ഇത് അലിമദിന് പഠിപ്പിച്ചു കൊടുത്തതാണ്, വേറൊന്നുമല്ല. സൂറത്ത് ഫാത്തിറിലെ ആയത്തും അലിമദിന് പഠിപ്പിച്ചു കൊടുത്താണ്, ഇങ്ങനെ ഓതിയാ മതിയെന്ന്. അതേപോലെ തന്നെ ഈ ജിന്നിലായത്തും ഇതൊക്കെ അലിമദിനയുടെ മാസ്റ്റർ പീസാണ്. എന്തിനറിയോ? ഷിർക്കല്ലാത്തൊരു കാര്യം ഷിർക്കാക്കാൻ. ഈ ആയത്തെന്താ? മക്കത്തെ മുശ്രിക്ക് പച്ചയായി ചെയ്ത ഷിർക്ക് മരുഭൂമിയിലെത്തിയാൽ അവിടുത്തെ ആ വാദിയുടെ സയ്യിദ്, ആ സ്ഥലത്തെ ജിന്നിന്റെ നേതാവിനോട് അവരെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യം ചോദിക്കുക. ഇതെവിടെ കൂട്ടരെ നമുക്കിടയിൽ തർക്കമുള്ളത്? ഇതാരാ തർക്കത്തിലേക്ക് വലിച്ചിട്ടത്? നിങ്ങൾക്ക് തെളിവുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ വലിച്ചിട്ടതല്ലേ? ഒരു വിശ്വാസി അഊദു ബികലിമാത്തില്ലാഹി തമാത്തി മിൻ ശർരി മാ ഖലഖ് എവിടെ ചെന്നിറങ്ങിയാലും, അത് വീട്ടിലാകട്ടെ, അങ്ങാടിയിലാകട്ടെ, ജോലി സ്ഥലത്താകട്ടെ, കളിസ്ഥലത്താകട്ടെ, യാത്രക്കിടയിലാകട്ടെ, എവിടെ ഇറങ്ങിയാലും അഊദു ബികലിമാത്തില്ലാഹി തമാത്തി മിൻ ശർരി മാ ഖലഖ്, ഇതല്ലാതെ പ്രാർത്ഥിക്കൂല. നിങ്ങൾ എത്ര കയറിട്ട് വലിച്ചാലും ഇതല്ലാതെ വിശ്വാസികളായ മുവഹിദുകളായ മുജാഹിദുകളുടെ നാവിൽ നിന്ന്, മനസ്സിൽ നിന്ന്, തൊണ്ടയിൽ നിന്ന് വരൂല. ഈ ആയത്തിൽ പറഞ്ഞ പണി ഇവിടെ ഞങ്ങൾ ആരും ചെയ്യണില്ല. നിങ്ങൾ ഇടങ്ങേറായി തെളിവുണ്ടാക്കണ്ട. നിങ്ങൾ മുത്തലക്കൻ ശിർക്കാന്ന് ഇല്ലാത്ത വിധി പറഞ്ഞപ്പോ ഇല്ലാത്ത ആയത്തുകളെ തെളിവാക്കേണ്ടി വന്നു. എന്നാ ശരി, ഇതാ തൊബിരി, തഫ്സീർ തൊബിരി എന്താ അറിയോ? ഈ കാര്യം പറഞ്ഞപ്പോ അവിടെയുള്ള ജിന്നുകൾ പറഞ്ഞ കാര്യം എന്താ അറിയോ? മാ നംലികു ലക്കും വലാലി അൻഫുസിനാ ദർറൻ വലാ നഫ്ആ. നിങ്ങൾ ഈ ചോദിക്കുന്ന കാര്യം അത് ഞങ്ങൾക്ക് തന്നെ കീഴ്പ്പെടുത്താൻ കഴിയൂല. ഞങ്ങൾക്ക് സ്വന്തത്തിന് കീഴ്പ്പെടുത്താൻ ഉപകാരമോ ഉപദ്രവമോ കീഴ്പ്പെടുത്താൻ കഴിയൂല. ഹയ്യാണ്, ഹാദിറാണ്, ഖാദിറല്ല. പൊളിഞ്ഞു. ഇത് പരപ്പനങ്ങാടിൽ വായിച്ചപ്പോഴാണ് KJU സെക്രട്ടറി പെട്ടത്. ആ കത്തിന് വർത്താനല്ല, ഇൻഷാ അല്ലാഹ് അത് വരുമെന്ന് കരുതി ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ശരി, തഫ്സീർ ബഹറുൽ മുഹീത്ത് അബു ഹയ്യാൻ അൽ ഉന്ദുലുസി റഹിമഹുല്ലാഹ്, ബഹറുൽ മുഹീത്ത് ഇതിലെന്താ പറഞ്ഞു അറിയോ? കേട്ടോളി. എന്താണ്? ആ ജിന്നുകൾ പറയും, അവര് പറയാണ്, ഫറുവിയ അന്നൽ ജിന്ന കാനത് തഖൂലു ഇൻദ ദാലിക് ലാ നംലികു ലക്കും വലാ ലി അൻഫുസിനാ മിനല്ലാഹി ഷൈആ. അല്ലാഹുവിൽ നിന്ന് ഞങ്ങൾക്കും നിങ്ങൾക്കും ഒന്നും കീഴ്പ്പെടുത്താൻ കഴിയില്ല. അപ്പൊ ഇത് ഖുദ്റത്ത് പൊളിഞ്ഞു. അതാണ് നമ്മളുമായി ബന്ധപ്പെട്ട ചർച്ചയെ മുത്തലഖൻ ശിർക്കാക്കാനുള്ള തെളിവ് ഇതിലില്ല. 3 ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് കിതാബ് തൗഹീദിന്റെ ശറഹ് എന്താ അദ്ദേഹം കേട്ടോളി. അൽ മഅനാ അൽ ഇജ്മാലി, ദാ ഈ ആയത്തിന്റെ മൊത്തർത്ഥം പറയാണ്. അവിടെ യഊദൂന പറഞ്ഞു. യഊദൂന പറഞ്ഞിട്ട് ബി അൻ യഖൂല അഹദുഹും ഇദാ അംസാ ബിവാദിൻ വഖാഫ മിനൽ ജിന്നി അഊദു ബിസയ്യിദി ഹാദൽ വാദി മിൻ സുഫഹായി ഖൗമിഹി. അള്ളാഹിനോട് ചോദിക്കേണ്ട ഒരു ഇസ്തിആദ ആ നാട്ടിലെ ജിന്നിനോട് ചോദിച്ചത് പഠിപ്പിച്ച ആയത്താണ്. അല്ലാതെ ഇവിടെ നമ്മൾ ചർച്ചയിലുള്ള ആയത്തല്ല. അത് നിങ്ങളെ കേൾക്കുന്ന ആളുകളെ പറഞ്ഞ് പറ്റിച്ചു പോയതാണ്. അതുകൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു, നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കണം ഇത് മുത്ലഖൻ ശിർക്കാണ്, ഈ ചർച്ച മുത്ലഖൻ ശിർക്കാണ് എന്ന് പറയാൻ ആര് തെളിവാക്കി കൊണ്ടുവരണം. അതാണ് ഇവിടെ മുവഹിദുകൾക്ക് കിട്ടേണ്ടത്. നിങ്ങളെ കേൾക്കുന്നവർക്കും ഞങ്ങളെ കേൾക്കുന്നവർക്കും മനസ്സിലാക്കുന്നവർക്കും തെളിവാണ് കിട്ടേണ്ടത്, വേറൊന്നുമല്ല കിട്ടേണ്ടത്. എന്നിട്ടോ ഇനി എന്താണ്? ആലു ഷെയ്ഖ് ഹഫിളഹുല്ലാഹ് 4 ആലു ഷെയ്ഖിന്റെ കിതാബ് വെച്ചിട്ട് തെളിയിക്കാൻ പറ്റുമോ? നിങ്ങൾ തെളിയിക്കും. അതാണ് ആ കിതാബ് ഈ ഉള്ളവൻ നിങ്ങൾക്ക് വായിച്ച് പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞ്. അതുകൊണ്ടാണ്. ഇനി ഇവിടെ രസം എന്താ അറിയോ? ഇതേ ആയത്ത് മൂപ്പര് തഫ്സീർ വായിച്ചു പറഞ്ഞല്ലോ. ആ മൂപ്പര് ഒരു തഫ്സീർ വായിച്ചു. അത്
ഇബ്നു കസീർ റഹിമഹുള്ളയുടെ തഫ്സീറാണ് വായിച്ചത്. ആ തഫ്സീർ മൂപ്പര് വായിക്കട്ടെ, കേട്ടോളി. എന്നിട്ടത് വിശദീകരിക്കണം. ഐ എന്ന് പറഞ്ഞാൽ എന്താണ് ആ ജിന്നുകൾ പറഞ്ഞ അർത്ഥം? ഇദാ നസലു വാദിയൻ ഔ മകാനം മൂഹിശം മിനൽ ബറാരി വഗൈരിഹാ കമാ കാന ആദത്തുൽ അറബി ഫീ ജാഹിലിയതിഹാ. ജാഹിലിയ അറബികൾ, ഇസ്ലാം എന്നറിയാതെ ജീവിച്ച കാട്ടറബികൾ, കള്ളിലും പെണ്ണിലും ജീവിച്ച ജീവിതം തുലച്ച ആ അറബികൾ, മുശ്രിക്കുകളായ ആളുകൾ, മരിച്ചു മൺമറഞ്ഞു പോയവരെയും കല്ലുകളെയും ജിന്നുകളെയും മലക്കുകളെയും ഒക്കെ വിളിച്ചു തേടി നടന്ന ആളുകൾ, ആ ആളുകൾ ഏതെങ്കിലും ഒരു വിജനപ്രദേശത്തെത്തിയാൽ, ആളൊഴിഞ്ഞൊരിടത്തെത്തിയാൽ അവിടെ ഇയാള് ഒരു തട്ടിപ്പ് നടത്തി. അതെന്താ അറിയോ? അവിടെ കമാ കാനത്ത് ആദത്തുൽ അറബ്, ആദത്തിന്റെ അർത്ഥം മൂപ്പര തൊള്ളിയിലാണ് വരുന്നില്ല. കാരണം ആദത്തിന്റെ അർത്ഥം സമൂഹം കേട്ടാ ചിലപ്പോൾ തിരിഞ്ഞാലോ. ഇത് ജാഹിലിയൻ അറബികളുടെ പതിവ് പണിയാണ്. മനസ്സിലായോ? ജാഹിലിയത്തിലെ അറബികൾ പതിവായി ചെയ്യുന്ന പണി എന്താ അറിയോ? അള്ളാഹ്ക്ക് കൊടുക്കേണ്ട ഇസ്തിആറത്ത് ആർക്ക് കൊടുത്തു? അവിടെ ഉള്ള ജിന്നുകൾക്ക് കൊടുത്തു. എന്താ നിങ്ങളെ നാവിന്നാണ് പുറത്തു വരാത്തത്? അത് പുറത്തു വരണല്ലോ. ഈ ഇതാ ആലു ഷെയ്ഖ് ഹഫിദഹുല്ല ഈ കിതാബിൽ ഖാല ഇബ്നു കസീർ റഹിമഹുല്ല പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതെന്നെ എടുത്തു കൊടുത്തു. ശരി, ഇനി വായിക്കട്ടെ, കേട്ടോളി. പ്രദേശത്തെത്തിയാൽ, ആളൊഴിഞ്ഞൊരിടത്തെത്തിയാൽ അവരവിടെ നിന്നുകൊണ്ട് അവിടെയുള്ള ആ സ്ഥലത്തുള്ള അൽ മക്കാൻ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള, വിസ്റ്റം ഭാഷയിൽ പറഞ്ഞാൽ ഹാദിറായ, ഹാദിർ എന്ന് അവർ ഉദ്ദേശിക്കുന്നത്. നിർത്തി, അടുത്ത തട്ടിപ്പ്. ദാലിക്കൽ മക്കാൻ, വിസ്ഡം ഭാഷയിൽ പറഞ്ഞാൽ ഹാദിറുള്ള. വിസ്ഡം ഭാഷയിലല്ല അനസ് മൗലവി, ഇത് അള്ളാന്റെ ദീനിന്റെ മതവിധിയാണ്, അഹ്ലുസുന്ന പഠിപ്പിച്ച വിധിയാണ്. എന്നിട്ട് അൽ മക്കാൻ ഹാദിർന്ന് പറഞ്ഞ അയാൾക്ക് എന്തേ അവിടെ ഖാദിർന്ന് കൂടി പറയാൻ കഴിയാതിരുന്നത്? ഖാദിർന്ന് പറഞ്ഞത് പൊളിയും. അപ്പൊ ഹാദിർ ആയാൽ പോരാ, ഹൈ ആയാൽ പോരാ, ഖാദിർ കൂടിയാകണം. ആ ജിന്നുകൾക്ക് അതിന് കഴിവുണ്ടായിരുന്നില്ല. ശരി, ഇനി വായിക്കട്ടെ, കേട്ടോളി. ഈ സ്ഥലത്തുണ്ട് എന്ന് കരുതപ്പെടുന്നതാണ് അൽ മഖാൻ. ഈ സ്ഥലത്തുള്ള, ഈ ആളൊഴിഞ്ഞ സ്ഥലത്തുള്ള ജിന്നുകളുടെ നേതാവിനോട്, അലീമിനോട്, സ്ഥാനമുള്ള ജിന്നിനോട് ഞാൻ അഭയം തേടുന്നു. ഏത് വിഷയത്തിൽ? അയ്യുസീബഹും ബിശൈഇൻ യസൂഉഹും, അവരെ ബാധിക്കുന്ന എന്തെങ്കിലും ആ കുട്ടി ജിന്നുകളുടെ പ്രയാസങ്ങളിൽ നിന്ന് ഒരു ഉപദ്രവം ഉണ്ടാകാതെ നോക്കാൻ അവിടെയുള്ള വലിയ ജിന്നുകളോട് സഹായം തേടുന്നു. നിർത്തി, കേട്ട് നിങ്ങള്. ഇതാണ് മൂന്നാമത്തെ കബളിപ്പിക്കൽ. അയ്യുസീബഹും ബിശൈഇൻ യസൂഉഹും, അവർക്ക് ബാധിക്കുന്ന ദുരിതം, ബുദ്ധിമുട്ട് തടയാൻ അള്ളാനോട് പറയേണ്ടതിന് പകരം ആരോട് പറഞ്ഞിരുന്നു? ഈ ജിന്നുകളോട്. അങ്ങനെയാണോ വിശ്വാസികൾ? ആണോ? വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പണ്ഡിതന്മാരിൽ നിന്ന്, അതിന്റെ പ്രബോധകരിൽ നിന്ന്, ആത്മാർത്ഥരായ വക്താക്കളിൽ നിന്ന് ഒരാളെ കൊണ്ടുവരാൻ കഴിയുമോ നിങ്ങൾക്ക്? അഊദു ബികലിമാത്തില്ലാഹി താമാത്തി മിൻ ശർരി മാ ഖലഖ്. കണ്ടോ? എല്ലാ ഷർറിൽ നിന്നും അല്ലാഹുവിനോട് കാവൽ തേടണമെന്ന് പഠിച്ചവരും പഠിപ്പിക്കുന്നവരും പ്രചരിപ്പിക്കുന്നവരുമാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ. അതൊരു നൂറ്റാണ്ട് കാലത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശമാണ്, ഇസ്ലാമിന്റെ തൗഹീദാണ്. അത് തിരിഞ്ഞില്ല. അതുകൊണ്ട് ഇതൊക്കെ വായിച്ചിട്ട് വിജനപ്രദേശം, ഇരുണ്ടത്, തെളിഞ്ഞത്, മറഞ്ഞത് എന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിച്ച് നിങ്ങൾക്ക് തടി രക്ഷപ്പെടുത്താം. പക്ഷെ കാര്യം സാധിക്കൂല, നിങ്ങളെ വിടൂല. ഇതൊക്കെ എന്താ അറിയോ? ഇതൊക്കെ എല്ലാവരും കേട്ടിട്ട് തന്നെയാണ് പോണത് എന്നുള്ളത് എന്ത് ചെയ്യണം? നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോ ആ ആയത്ത് അതിന്റെ കോലാണ് ഇപ്പൊ കണ്ടത്. ആ ആയത്ത് എന്തല്ല? തെളിവല്ല.